ഉണ്ടോ സ്നോയുടെ തിക്നെസ്? അതല്ല സ്നോയുടെ തിക്നെസ്, അത് വണ്ടിയുടെ മുകളിലുള്ള തിക്നെസ്. നല്ല തിക്നെസ് ആയിരുന്നു. ഇപ്പൊ മഴ പെയ്ത് തുടങ്ങിയപ്പോൾ കുറഞ്ഞാന്ന് തോന്നുന്നു. വണ്ടി BMW ആണ്, പക്ഷേ ഇതേ റോട്ടിൽ പെട്ട് വട്ടം തിരിയാണ് കണ്ട. അപ്പോൾ ഈ ജോലിക്ക് പോകുന്നവർ എന്തെങ്കിലും ആവശ്യമായിട്ട് പുറത്തിറങ്ങുന്നവരൊക്കെ ഇതേപോലെ റോട്ടിൽ പെട്ടുപോകും. നമ്മുടെ നാട്ടിലെ റോട്ട് വീലറാട്ട് ആളുടെ സന്തോഷം നോക്കി ഒരു ഉണ്ടയാക്കാൻ പോലും ഇതുവരെ അമ്മയ്ക്ക് പറ്റിയിട്ടില്ല. പൊക്കണ്ട മോത്തിക്കാൻ. ഇപ്പം അമ്മ സ്നോയിക്കൂടെ ആദ്യമായിട്ട് നടക്കണുണ്ട് ജീവിതത്തില്. ഞങ്ങൾക്ക് ഷോപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് നടക്കും തോന്നുള്ളത്. ഇത്ര കനത്തിൽ സ്നോയായി. ഇന്ന് മഴ പെയ്യും, സ്നോ കുറയുന്നൊക്കെ പറയുന്നേ. അമ്മയ്ക്ക് സ്നോമാൻ ഉണ്ടാക്കണത് കഴിഞ്ഞ അതായത് നല്ല കനത്തിൽ സ്നോയായി. ഇപ്പം മൊത്തം വെള്ള കളറ്, എല്ലായിടത്തും വെള്ള. അപ്പം ഇന്ന് ഉച്ച കഴിയുമ്പോഴേക്കും മഴ പെയ്ത് സ്നോയൊക്കെ പോകുന്നാണ് പറയുന്നത്. എല്ലാ വീട്ടിലും പിള്ളേർ പുറത്തിറങ്ങി കളിയൊക്കെ തുടങ്ങി. സ്നോമാൻ ഉണ്ടാക്കാനാണ് എല്ലാവരുടെയും വിനോദം. അപ്പം ഞങ്ങൾ സ്നോമാൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല. കൊച്ചിന് ചെറിയ പനിയും ചുമയൊക്കെ ഉള്ളതുകൊണ്ട് അവനെ ജസ്റ്റ് ഒന്ന് പുറത്തിറക്കിയിട്ടുള്ളൂ. അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ സ്നോമാനെ ഉണ്ടാക്കിയപ്പം അവർ പൂച്ചയാണോ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു പൂച്ചാല് സ്നോമാനെ ഉണ്ടാക്കാൻ നോക്കും. ഉരുട്ടി വന്നിട്ട് ഇത്ര ആയിട്ടുള്ളൂ. അപ്പം അമ്മ ഒരു സ്നോമാൻ ഉണ്ടാക്കുകയാണ്. അത് ബോക്സ് ആണോ ഉണ്ടാക്കണമെന്ന് അറിയില്ല. സ്നോ മൊത്തം വാരി ഇവിടുത്തെ പുല്ലൊക്കെ പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഒരു ഉണ്ടയാക്കാൻ പോലും ഇതുവരെ അമ്മയ്ക്ക് പറ്റിയിട്ടില്ല. നമ്മുടെ അപ്പുറത്തെ വീട്ടുകാർ കുറെ പൂച്ചേനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ട. അപ്പൊ അവരുടെ പൂച്ചേനെ കണ്ടിട്ട് അമ്മ പുച്ഛിച്ചതാണ്. സ്നോമാൻ തുടങ്ങിയിട്ട് അവർ പൂച്ചയായി മാറിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എല്ലാവരും പുറത്തിറങ്ങി നടക്കല്, പിള്ളേരൊക്കെ ഗെയിംസ്. എന്താ വെച്ചാൽ വണ്ടിയൊന്നും റോട്ടിൽ കൂടെ ഓടിക്കാൻ പറ്റാത്ത രീതിയിൽ സ്നോ ആയിട്ടുണ്ട് കേട്ടോ. അയ്യോ ഫുൾ സ്നോ ആനി, ഫുൾ സ്നോ. മുകളിൽ ആൾക്കാർ സ്ലെഡ്ജും കൊണ്ട് കളിക്കുന്നു. നമ്മുടെ നാട്ടിലെ റോട്ട് വീലറാട്ട് ആളുടെ സന്തോഷം നോക്കി. ആൾക്കാർ കളിച്ച് ക്ഷീണിച്ചു തുടങ്ങിയിട്ട് എന്നാലും വലിച്ചോണ്ട് പോവാം. ഞങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ വിചാരിച്ചില്ല ഇത്ര അടിപൊളി സ്നോ ആയിരിക്കുന്നു. അവിടെ സ്നോമാൻ ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിംഗ് മാളാണ് സ്പ്രിങ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയൊന്നും ഇപ്പോൾ ആരുമില്ല. പക്ഷെ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ല ചെങ്കുത്തായ സ്ഥലമുണ്ട്. അവിടെ എല്ലാവരും കളിക്കുകയായിട്ട് കാണിച്ചു തരാം. ഭീകര സ്നോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് ഇത്രയും കനത്തിൽ സ്നോ കണ്ടിട്ടില്ല. പക്ഷേ ഈ നാട്ടുകാരൊക്കെ ഇത് സന്തോഷിക്കുകയാണ്. ഇവർ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ നേരത്തെ വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ട് പൊളിക്കുകയാണ് ഇവർ. ഒരു ചെറിയ തടാകമുണ്ട്, അതൊക്കെ ഐസായി തുടങ്ങി. പട്ടികളും മനുഷ്യരും എല്ലാവരും സന്തോഷിക്കുകയാണ്. സ്നോ എങ്കിൽ സ്നോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇന്ന് ജോലിക്ക് പോകുന്നവരൊക്കെ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ. അവരൊക്കെ ശരിക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ടാവുന്നു. അവിടെ നിന്ന് ഒരാൾ സ്റ്റാർട്ട് ചെയ്യാണ്, കാണിച്ചു തരാം. അവിടുന്ന് രണ്ടുപേരും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത്.
എല്ലാവരും പിള്ളേരൊക്കെ ആയിട്ട് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ അവിടെ നല്ല സ്നോയാണ്. അടുത്ത വർഷം ഞങ്ങളും വാങ്ങിക്കും ഇങ്ങനെ സെറ്റപ്പുകൾ. അതായത് പൊടി കുഞ്ഞുങ്ങളൊക്കെ കൈ വെച്ചിട്ടാണ് ഇവർ ഗെയിമൊക്കെ കളിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ സ്നോയുടെ വേറൊരു ഭീകരവശമാണ് കണ്ട. വണ്ടി BMW ആണ്, പക്ഷേ ഇതേ റോട്ടിൽ പെട്ട് വട്ടം തിരിയാണ് കണ്ട. അപ്പോൾ ഈ ജോലിക്ക് പോകുന്നവർ എന്തെങ്കിലും ആവശ്യമായിട്ട് പുറത്തിറങ്ങുന്നവരൊക്കെ ഇതേപോലെ റോട്ടിൽ പെട്ടുപോകും. അപ്പോൾ സ്നോ ആയിട്ട് വീട്ടിലിരിക്കുന്നവർക്ക് അതൊരു സന്തോഷവും ജോലിക്കായി പുറത്ത് പോകുന്നവർക്കൊക്കെ അതൊരു വലിയൊരു ബുദ്ധിമുട്ടുമാണ്. ഇതാണ് അതിൻ്റെ നേർക്കാഴ്ച. ആ മേളിൽ കാണുന്നതാണ് മെയിൻ റോഡ്. അവിടെ വരെ ഈ വണ്ടി എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് പുറത്തിറങ്ങാം. പക്ഷെ ആൾ പെട്ടു. സ്നോയിൽ കൂടെ വണ്ടിയൊക്കെ ഓടിച്ച് വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ അവിടെ പെട്ട് കിടക്കുന്നവരുണ്ട്. അപ്പം ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്കാം. കുറച്ച് മരക്കഷ്ണൊക്കെ എടുത്തിട്ട് വണ്ടിയുടെ ടയറിൻ്റെ അടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി നീങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആയിട്ട് ഈ കാണുന്നത്. അവിടെയൊക്കെ വണ്ടികൾ ഓടിയിട്ട് നല്ല ട്രാക്കൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടികൾക്കൊക്കെ ഓടാനായിട്ടൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ആൾക്കാർ പട്ടികളും കുട്ടികളൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കുന്നുണ്ട്. എങ്ങും വെള്ള കളറ്. ഇതാണ് UK സ്നോ, അതായത് ഞങ്ങളുടെ ഇംഗ്ലണ്ടിലെ സ്നോ. അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുരിശ് ജംഗ്ഷന് വേണ്ടിയിട്ട് ജോസ്. താങ്ക് യു.